വോട്ടർ പട്ടികയിൽ നിന്ന് ക്രമവിരുദ്ധമായി പേര് നീക്കം ചെയ്യുന്നു എന്ന പരാതിയുമായി കുറ്റ്യാടി മണ്ഡലത്തിലെ UDF പ്രതിനിധികൾ വടകര RDO ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എന്റെ ബൂത്തിൽ വോട്ടർമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തിരുത്തലുണ്ടെങ്കിൽ അവിടെ BLO ഉണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ള ബ്ലോക്ക് ബൂത്ത് ലെവൽ അസിസ്റ്റന്റുമാർക്ക് BLO ഉണ്ട്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടാണ് അത് കൺഫേം ചെയ്ത്. അതിന് പകരം കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 1-2,000 വോട്ട് CPI സെക്രട്ടറി തന്നാൽ രാഷ്ട്രീയ പ്രസംഗത്തിന് പേര് CPMന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ BLOമാരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ ഒരു പരാതി എല്ലാ ബൂത്തുകളിൽ നിന്നും കൊടുത്ത് അത് വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാർ മാറ്റുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെ RDOവിനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകാനാണ് ഞങ്ങൾ വന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലെ വില്യാപ്പള്ളി, ആയഞ്ചേരി, വേളം, കോട്ടപ്പള്ളി, മണിയൂർ, പാലയാട്, കുറ്റ്യാടി എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും കുറേ ബൂത്തുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ബൂത്തുകളിലുള്ള വോട്ടർമാരെ ASD ലിസ്റ്റിൽ പെടുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഈ 11-ാം മണിക്കൂറിൽ സാധാരണയില്ലാത്ത രീതിയിൽ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ശ്രമത്തിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരംഭിക്കുവാനുള്ള ശ്രമം ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടായതാണ്. ഇത്തരമൊരു ലെറ്റർ, ഒരു കത്ത് BLOമാർക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഈ സാഹചര്യത്തിലില്ല. ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറാണ്, റവന്യൂ ഡിവിഷൻ ഓഫീസറാണ് ഈ കത്ത് BLOമാർക്ക് കൊടുത്തത്. BLOമാർക്ക് കൊടുത്ത കത്തിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ പട്ടികയിൽ സ്ഥിരതാമസമില്ലാത്ത വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന പരാതിയുണ്ട്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഈ പരാതി കൊടുത്തത് CPIM കുറ്റ്യാടി നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ തന്നെ 55ഓളം ബൂത്തുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കൊടുത്ത ആ വോട്ടർ പട്ടികയിലെ ആളുകൾ ഓരോ ബൂത്തിലും 20-25 ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് 2 ദിവസം കൊണ്ട് RDOവിന് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യാപകമായ ഒരു ക്രമക്കേടിൻ്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ വന്നതാണ്. വന്ന RDOവും അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ RDO ഓഫീസിലോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങളിത് വളരെ ശക്തമായി റേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കലക്ടറോടും അതുപോലെ ഇലക്ഷൻ കമ്മീഷനോടും ഇതിൻ്റെ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് തന്നെ കലക്ടറെ കാണുവാനുള്ള സംവിധാനം ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ്. ഞങ്ങളിന്ന് കലക്ടറെ കണ്ട്
കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. CPIM-ന്റെ കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി ഷൈജു എന്ന് പറയുന്ന ആൾ കൊടുത്തിട്ടുള്ള പരാതി, ആ പരാതിയാണ് ഉത്തരവാദപ്പെട്ട BLO-മാർക്ക്, ഇതിലുള്ള കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി എന്നാണ് BLO-മാർക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ തെറ്റാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത പരാതി ആ പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ അങ്ങനെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള BLO-മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, CPM-ന്റെ താല്പര്യം ഇതാണ് എന്ന് CPM അനുഭാവികളായിട്ടുള്ള BLO-മാർക്ക് തിരിച്ചറിയാനുള്ള അവസരമുണ്ട്. കാരണം CPM-ന്റെ കമ്മിറ്റി കൊടുത്ത തീരുമാനപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ നൊച്ചാട് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വർഷം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല. 7-ാം നമ്പർ ഫോമിൽ കൊടുത്താൽ പോലും നീക്കം ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ട്. ഫൈനൽ ഇന്നിപ്പോൾ വളരെ കൃത്യമായി മീഡിയയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വോട്ടർ പട്ടികയുടെ ഫൈനൽ ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി തരുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ ഇവിടെ സമീപിച്ച പറയുന്നത് 2 ദിവസം കഴിഞ്ഞേ തരുന്നുള്ളതാണ്. അതെന്താണെന്ന് അറിയണം. ഇതുവരെ SIR-ന്റെ ഫൈനൽ ലിസ്റ്റും അതുപോലെയുള്ള എല്ലാ പട്ടികയും പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല 2 ദിവസം എന്തിനാണ് 2 ദിവസം താമസിപ്പിക്കുന്നത്? അപ്പോൾ ഈ അപേക്ഷയും 2 ദിവസം ഞങ്ങൾക്ക് പട്ടിക തരാനെടുക്കുന്ന സമയവും ഇതിൽ എന്ത് തരത്തിലുള്ള ക്രമക്കേട് നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി 35-40 വരെ വോട്ടർമാരുടെ ലിസ്റ്റ് BLO-മാർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ BLO-മാർക്കും കിട്ടിയ ലിസ്റ്റിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. CPM-ന്റെ അപ്പോൾ ബഹുമാനായ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കൃത്യമായ CPM-ന്റെ ഈ ഭരണകൂടത്തിൻ്റെ ശ്രമമാണ്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പരാജയ ഭീതി പൂണ്ട, ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളവർ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ അവരുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതിനെ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും. ഇതിന് വേറൊരു പ്രത്യാഘാതം കൂടിയുണ്ട്. കാരണം ഇത് ഞാൻ ഒരു വോട്ടർ നിലയിലേക്ക് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ല, നിങ്ങളുടെ പേരില്ല എന്ന് പറയുമ്പോൾ ബൂത്തിൽ സംഘർഷം ഉണ്ടാക്കും. അപ്പം മനഃപൂർവ്വമായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, മീഡിയയോട് പറയാനുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് യന്ത്രവും അതുപോലെ തന്നെ പട്ടികയും തിരിമറി നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന RSS-ന്റെ BJP-യുടെ അതേ രീതിയാണ് കേരളത്തിലും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ ഈ അനുഭവം വെച്ച് കാണുന്നത് എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കാം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.